ജെകെ. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തലവരുടെ വെട്ടയാൻ മൂവിയിലെ സെക്കൻഡ് സിംഗിൾ ആണ്. സെക്കൻഡ് സിംഗിൾ തന്നെയാണ്, പക്ഷെ ഓഡിയോ സോങ് ആയിട്ട് ഇറക്കിയിരിക്കുന്നത് ഹണ്ടർ വന്താർ. കഴിഞ്ഞ പ്രാവശ്യം പാട്ടിനകത്ത് ഹണ്ടർ ഒക്കെ ഉണ്ടായിരുന്നില്ലേ സോങ്ങിന്റെ? ഇതിന്റെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇറങ്ങി. ഇതൊരു ഒരു എന്തോ ഒരു ടെറർ സംഭവം അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്തോ ഒരു വൈബ് ആൻഡ് ഇതിലെ പ്രത്യേകിച്ച് കാസ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറെ കാസ്റ്റിന്റെ കോമ്പിനേഷൻ ഓഫ് വേണമെങ്കിൽ അങ്ങനെ പറയാം. വലിയ കാസ്റ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മള് അമിതാഭ് ബച്ചൻ സാർ ഉണ്ട്, മഞ്ജു വാര്യർ ഉണ്ട്, അങ്ങനെ ഒരുപാട് വലിയ കുറെ ആൾക്കാരുണ്ട്. അമീർ ഖാൻ ഒക്കെ ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ടോ? എനിക്കറിയില്ല റിയാലിറ്റി. പക്ഷെ കുറെ ആൾക്കാരുടെ പേര് വിജയ് സേതുപതി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ പാട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ മനസ്സിലായ ഗംഭീരായിരുന്നു. കാരണം അനിരുദ്ധ രജനി സാർ വരുന്ന സമയത്ത് ഒരു കോമ്പിനേഷൻ വേറെ ലെവലാണ്. അപ്പൊ എന്തായാലും ഈ സംഭവം നേരെ കാണാം. അറിവിന്റെ ലിറിക്സിൽ സിദ്ധാർത്ഥ് ബസുറാണ് പാട്ട് പാടിയിരിക്കുന്നത്. നേരെ തുടങ്ങാം. റെഡി? ഒരു ജയിലർ എഫക്ട് ഉണ്ടല്ലേ കാണുമ്പോ? ജയിലർ എഫക്ട് അല്ലേ? കുറച്ചൊരു സ്റ്റൈല് മാറ്റുണ്ട്. ഒരു ടൈഗർ കാ ഹുക്കും ഒക്കെ പോലെ ഉണ്ട്. നിങ്ങൾ ലോങ് കാണുമ്പോഴല്ലേ? അല്ലേ? ഉണ്ട്. ഇല്ലേ? അതുപോലെ ഇല്ലേ? ടൈഗർ കാ ഹുക്കും എഫക്ട് ആണ്. പിന്നെ ഇതില് വീഡിയോ ഉണ്ടാവില്ലല്ലോ എന്തായാലും. രജനി സാറിന് വേണ്ടിയിട്ട് എഴുതിയൊരു സംഭവം പോലെ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല ആ ഒരു വെട്ടയാനിലെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ഹണ്ടർ മോഡിലായിരിക്കും അങ്ങനെ വരാൻ പോകുന്നതെന്നാ പറയുന്നത് അല്ലെ? അതായത് കെണി വെച്ച ഇര വീഴണമെന്നാ പറയുന്നത്. ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ആ ഒരു
പിന്നെ ആ ഒരു നമ്മളറിയില്ലേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കറക്റ്റ് ആയിട്ട് ആ ഒരു മൂവിക്ക് ആപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് കൊടുത്തിട്ടുള്ളത്. തോന്നുന്നു ഇതിനകത്ത് അധികം സോങ്സ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. കാരണം മനസ്സിലായ സോങ്ങിനെ കൂടാതെ വേറെ അധികം സോങ് ഇല്ലാന്നും തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ജയിലറിലൊക്കെ ഉള്ള പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് സോങ് വരുന്ന ഈ രീതിയിലായിരിക്കും ഒരു ഉണ്ടാവും. സംഭവം എനിക്ക് തോന്നുന്നു അതുപോലെ ആയിരിക്കും വരാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ അതിന്റെ ആ ഒരു ലിറിക്കൽ അല്ല, ഒരു ഓഡിയോ ഫോർമാറ്റിൽ തന്നെ ഇറക്കിയത്. കാരണം എന്ന് വെച്ചാൽ ഇത് മൂവിയുടെ പല പല ഭാഗത്തായിട്ടായിരിക്കും വരാൻ പോകുന്നത്. വീഡിയോ ചിലപ്പം പടക്കം ഇറങ്ങിയതിന് ശേഷമായിരിക്കും വീഡിയോ ഇറക്കാനും സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം ഹുക്കുമൊക്കെ അങ്ങനെ ഇറക്കിയത്, ജയിലറിൻ്റെതും അങ്ങനെ തന്നെ ആയിരുന്നില്ല, കുറെ വൈകിയാണ് അതിന്റെ വീഡിയോസ് ആദ്യം ലിറിക്കൽ രീതിയിലായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരു കുറെ നാളായിട്ട് നമ്മൾ കാണാത്ത ഒരു രജനി സാറിനെ ആയിരിക്കും കാണാൻ പോകുന്നത്. പിന്നെ ജയിലറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏകദേശം വേട്ട തന്നെയാണ് അതിനകത്തും. പക്ഷെ എന്നാലും ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു ജയിലർ ഒരു വൈബ് ആയിരുന്നില്ലേ. ഇപ്പൊ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് രജനി സാറിന്റെ ഒരു പഴയ ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ള ഒരു സ്റ്റൈലുള്ള ഒരു ഫോർമാറ്റ്. ചിലപ്പോ അങ്ങനത്തെ ഒരു സംഭവം ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ആ ഒരു സൂപ്പർ സ്റ്റാർ സംഭവം കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് ഇതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ആ ലിറിക്സ് തന്നെയാണ്. കാരണം വെച്ചാൽ കറക്റ്റ് രജനി സാറിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു സാധനം ഉണ്ട് അല്ലെ. ഓരോ സ്ഥലത്തും ആ ലൈൻസിലുള്ള കറക്റ്റ് അർത്ഥങ്ങളൊക്കെ വരുന്ന സമയത്ത് കറക്റ്റ് രജനി സാറിന് വേണ്ടി, അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അറിവിനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചത്. കാരണം ഒരു റാപ്പ് ഫീലും തോന്നുന്നുണ്ട് അതിന്റെ അല്ലെ. കംപ്ലീറ്റ്ലി ഒരു സ്റ്റൈല് രജനി സാറിന്റെ നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്ന സ്റ്റൈൽ തന്നെയാണല്ലോ. അപ്പൊ ആ സ്റ്റൈലിന് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അനിരുദ്ധിന് അറിയാം എവിടെയാണ് ആ ഒരു വൈബ് സംഭവം നമ്മളിലേക്ക് തരേണ്ടത് എന്നുള്ളത്. അതായത് പുള്ളിക്കാരന്റെ പാട്ടിന്റെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ പാട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് തന്നെ ആയിരിക്കും കുറെ നേരം നമ്മൾ മൂളിക്കൊണ്ട് നടക്കുന്നത്. ആ ഒരു മ്യൂസിക് പ്രത്യേകിച്ച് ഹാൻഡി ആയിട്ട് നമ്മൾ പറയില്ലേ, ഭയങ്കര ഒരു ഈസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ്. നമ്മൾ പറയില്ലേ ഹാൻഡി എന്നൊക്കെ പറയുന്ന പോലെ കുറെ അധികം വേർഡിങ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് പാടിക്കൊണ്ട് നടക്കാൻ പറ്റും. വേർഡിങ്സും അതിന്റെ കൂടെ തന്നെ ട്യൂണും നമുക്ക് മൂളിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് വേർഡ്സ് അറിയില്ലെങ്കിലും ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക, ആ ഒരു സാധനങ്ങളൊക്കെ ഇല്ല, അങ്ങനെ മൂളി പോവാം. ആ ഒരു സംഭവമാണ്. അതാണ് അനിരുദ്ധിനെ വ്യത്യസ്തനാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ച് അനിരുദ്ധ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അനിരുദ്ധും പ്ലസ് തലൈവരും കൂടി വരുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു വേറൊരു സംഭവം തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ഇനിയിപ്പോ അടുത്ത സിംഗിൾസ് ഒക്കെ ഉണ്ടോന്ന് അറിയില്ല. കാരണം മൂവിയുടെ ജോണർ ഒരു 100 ഫോർമാറ്റിലാണെങ്കിൽ വലിയ കാര്യമായിട്ട് സോങ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും വെയിറ്റിംഗാണ്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പടം എന്താണെന്ന് ഇറങ്ങുന്നത് എന്നുള്ളത് അറിയില്ല. ദിവാലിയാണെന്ന് തോന്നുന്നു, ഫെസ്റ്റിവൽ മോഡൽ ഏകദേശം ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പാട്ടുകളൊക്കെ അവർ ഇറക്കുന്നത്. അപ്പൊ പിന്നെയാണെങ്കിൽ മനസ്സിലായോ, തകൃതിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ മൂവി ആൻഡ് ഫർദർ അപ്ഡേറ്റ്സ് ഫ്രം ദിസ് മൂവി. അടുത്ത വീഡിയോയിൽ കാണാം.